റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം പാസ്റ്റർ ജിജി മോഹൻ ദയവായി വായിച്ചാലും. റോമൻസ് ചാപ്റ്റർ 8:37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. നിങ്ങൾ എല്ലാവരും ആ ഭാഗം കരങ്ങളിലെടുത്ത് തുറന്നു വെച്ച് ഈ വചനഭാഗം കേൾക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ആ ഭാഗം എല്ലാവരും, ബൈബിൾ എല്ലാവരും തുറക്കുക. Can you please turn on your Bible? Okay. ആ ഭാഗം തുറന്ന് ആ ഇരിക്കുന്ന ഇരിപ്പിലും ആ 37-ാം വാക്യം ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി വായിക്കുക. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിക്ടറി, ഒരു വലിയ ജയം ദൈവം നൽകിയിരിക്കുന്നു. ആമേൻ. നൽകാൻ പോകുന്നു എന്നല്ല, നൽകിയിരിക്കുന്നു ആമേൻ എന്നൊരു സന്ദേശം വളരെ വ്യക്തമായി അവിടെ കാണുന്നു. എന്നാൽ ഇതിലൊക്കെയും എന്ന് പറയുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ താളുകൾ ഉടനീളം പരിശോധിച്ചാൽ ഇതിനു തൊട്ടു മുകളിലുള്ള ചില വാക്യങ്ങൾ പരിശോധിച്ചാൽ എന്തിലൊക്കെയാണ് ജയം നമുക്ക് ലഭിച്ചത്, ആ ജയത്തിന് കാരണമായത് എന്ത് കാര്യമാണ്. ഒറ്റ വാക്ക്. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ചെവി തുറന്ന് കേൾക്കുക. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം. ഇന്ന് ഈ കേൾക്കുന്ന വചനം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാകണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഓരോ ശുശ്രൂഷയിൽ ഇന്നലെ നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു പാട്ട് പാടും, ആ പാട്ട് നിങ്ങളെ മിനിസ്റ്റർ ചെയ്യും, നിങ്ങളെ ശുശ്രൂഷിക്കും. അപ്പൊ ആർക്കും അത് മനസ്സിലായില്ല, പക്ഷേ അത് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. ചില മീറ്റിങ്ങിൽ കയറുമ്പം പറയും, ഇന്ന് മീറ്റിങ്ങിൽ ഇങ്ങനെ കാര്യങ്ങൾ ദൈവം ചെയ്യും. അത് പരിശുദ്ധാത്മാവ് തരുന്നൊരു ഒരു നിയോഗത്തിലാണ് പറയുന്നത്. അന്നേരം ആരും അനങ്ങുകയല്ല, പക്ഷെ അന്ന് ആ യോഗം തീരുന്നതിന് മുമ്പ് ആ കാര്യം അവർ കാണും. ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിൽ ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് അനുസരിക്കുന്ന ദൈവമക്കളോട്, അനുസരണമുള്ള ദൈവമക്കളോട് പറയുന്നു. ജിജി പാസ്റ്റർ ഉൾപ്പെടെയുള്ള, എൻ്റെ ഭാര്യ ജീനെ ഉൾപ്പെടെയുള്ള അനുസരണമുള്ള ആളുകളോട്, ഇതിലിരിക്കുന്ന ആശിഷ് ഉൾപ്പെടെയുള്ള, അങ്ങ് ഏറ്റവും പുറകിലിരിക്കുന്ന എൻ്റെ സഹോദരൻ, അനുസരണമുള്ളവരോട് പറയുന്നു, ഇന്നത്തെ മെസ്സേജും ശുശ്രൂഷയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കില്ല. ഞാൻ ഈ പറയുന്ന വചനങ്ങളും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളും നിങ്ങളുടെ വാഗൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയത്തക്ക നിലയിൽ ഉറക്കെ പ്രഖ്യാപിക്കുമെങ്കിൽ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു, ഇതുവരെ ജയിക്കാത്ത പല മേഖലകളിലും ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ഒരു വലിയ ജയത്തെ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കും. ഈ ആരാധന കഴിയുമ്പോൾ
ഇന്ന് എന്നെ കാണുന്നവർ, ഈ ആലയത്തിലുള്ളവർ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു തിരിവുണ്ടാക്കിയ എൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ ദൈവം മാറ്റിക്കളഞ്ഞ, എൻ്റെ ജീവിതത്തിൽ തിരിവിനെ കൊണ്ടുവന്ന ഒരു സന്ദേശമായിരുന്നു എന്ന് അവർ പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നു. വായ്കൾ തുറന്ന് ശബ്ദമുയർത്തി എന്നോട് ചേർന്ന് പറയുക, എന്നെ സ്നേഹിച്ച യേശു മുഖാന്തിരം. ഇത് പറയാതിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, പിശാച് നിന്നിൽ വാഴാതിരിക്കാൻ, സാത്താൻ നിന്റെ കുടുംബത്തെ തീർക്കാതിരിക്കാൻ, അന്ധകാര ശക്തി നിന്നെ വഴിയിൽ തകർക്കാതിരിക്കാൻ നീ വാ തുറന്ന് പറയുക, എന്നെ സ്നേഹിച്ചവൻ, എന്നെ സ്നേഹിച്ച യേശു മുഖാന്തിരം, എന്നെ സ്നേഹിച്ച യേശു മുഖാന്തിരം എനിക്ക് സകലത്തിലും പൂർണ്ണ ജയമുണ്ട്. എന്നെ സ്നേഹിച്ച യേശു മുഖാന്തിരം ഞാൻ സകലത്തിലും ജയാളിയാണ്. ഞാൻ ജയിക്കുന്നതിന് പ്രിയമക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എന്നെ തോൽപ്പിക്കുവാൻ, എന്നെ പരാജയപ്പെടുത്തുവാൻ, എന്നെയും നിങ്ങളെയും ഇല്ലാതാക്കുവാൻ, നിങ്ങളുടെ ജീവിതങ്ങളെ തകർത്തുടച്ചു കളയാൻ 24 മണിക്കൂറും 365 ദിവസവും അവൻ കണ്ണിമ വെട്ടാതെ പൈശാചിക ശക്തികൾ തൻ്റെ പ്രവർത്തികൾ അഴിച്ചുവിടുമ്പോൾ, ഇന്ന് പകലിലും ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം, എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാരണം, ഇന്ന് പകൽ ഞാൻ നന്മ അനുഭവിക്കുന്നതിന്റെ കാരണം, എൻ്റെ ജീവിതത്തിൽ പല വിടുതലുകളും ഉണ്ടായതിന്റെ കാരണം മറ്റൊന്നുമല്ല, എന്നെ സ്നേഹിച്ചവൻ. ഓ, ഇത് പറയുമ്പോൾ സഭയ്ക്കകത്ത് എന്നെ സ്നേഹിച്ചവൻ മുഖാന്തിരം, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തിരം. We are more than conquerors through him who loved us. ഈ ജയം പ്രതികരിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയില്ല. ഈ ജയം എന്റെ ശക്തിയാലല്ല, ഈ ജയം എന്റെ കഴിവിനാലല്ല, ഈ ജയം എന്റെ പണത്തിനാലല്ല, ഈ ജയം എന്റെ ബന്ധങ്ങളിലല്ല, ഈ ജയം എന്റെ പ്രയത്നങ്ങളിലല്ല. ഈ ജയത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഈ ജയത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തിരം. എന്നെ സ്നേഹിച്ചവൻ, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം. ആമേൻ. ഇത് പ്രതീക്ഷിക്കുന്നു. ആമേൻ. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം. ആമേൻ. പറയണം, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം. നമ്മൾ കരുതിയത് നാം ജീവിതത്തിൽ അനുഭവിച്ച നന്മ ഇരുന്നേ, നാം ജീവിതത്തിൽ അനുഭവിച്ച നന്മയും പ്രാപിച്ച വിടുതലും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത നിങ്ങൾ ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നതും, ഒരക്ഷരം 10 പേരുടെ മുമ്പിൽ നിന്ന് പറയാൻ മുട്ടിടിച്ച നിങ്ങളിൽ പലരും ഇന്ന് എഴുന്നേറ്റ് ഇന്ന് കർത്താവിനെ ഉയർത്തുന്നതും, നിങ്ങളുടെ മക്കൾ തെറ്റിപ്പോകുമെന്നും വഴി പിഴച്ചു പോകുമെന്നും അവരെങ്ങും എത്തുകയില്ലെന്നും പറഞ്ഞവരുടെ നടുവിൽ നിന്റെ മക്കളെ ദൈവം മാനിച്ചതും, നിന്റെ ജീവിതത്തിൽ വഴി തുറന്നതും എന്റെ കഴിവിനാലല്ല, പരാക്രമത്താലല്ല, ശക്തിയാലല്ല, ബന്ധങ്ങളാലല്ല, എന്നെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചവൻ മുഖാന്തിരം. അപ്പോൾ ജീവിത വിജയത്തിന്റെ ഉറവിടം ഞാനല്ല. സമ്മതിച്ചേ മക്കളെ, ജീവിത വിജയത്തിന്റെ ഉറവിടം ഞാനല്ല. ജീവിതാനുഗ്രഹങ്ങളുടെ സ്രോതസ് വ്യക്തികളോ സംഘടനകളോ അല്ല. ജീവിതാനുഗ്രഹങ്ങളുടെ സ്രോതസ്സും ജീവിത വിടുതലിന്റെ കാരണവും യേശു ക്രിസ്തുവാണ്.
അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:13 പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്ന. ഒത്തിരി പേര് പ്രതികരിക്കുന്നുണ്ട്, സന്തോഷം. ആ വാക്യങ്ങൾ വാ കൊണ്ട് പറയുന്നുണ്ട്, സന്തോഷം. എഴുതുന്നുണ്ട്, സന്തോഷം. ഇന്ന് പകലത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തിരിവുകളെ, ടേണുകളെ ഇത് കേവലം ഒരു വാക്കായി മാത്രം മാറല്. ഓൺലൈനിലുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് ഒരു കാര്യം സഭയോട് പറയാനുണ്ട്, ഒരൊറ്റ കാര്യം. 1 മിനിറ്റ് പൊക്കളയില് ഒന്ന് വെയിറ്റ്. എന്റെ കൂടെ പലയിടത്തും വരുന്ന ആളല്ലേ ദൈവാസൻ? എന്റെ അടുത്ത് പലയിടത്തും വരുന്നതല്ലേ? സൗണ്ട് കേട്ടല്ലേ? സൗണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവർ ആരാധിച്ച് സക്കറിയ 4:6
Amen. Amen. Rakama shakabana kasiyala tala. Ramana kasiyala tala gadagada. സക്കറിയാവ് 4:6 പറയുന്നു, ചില ആളുകൾ എനിക്ക് പ്രസംഗിക്കാനുള്ള വിഷയം തരും. Amen. അല്ല, ഏതേലും വഴി കൂടെ ഒരു വിഷയം ഉണ്ടാക്കും. Amen. സക്കറിയാവ് 4:6 പറയുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, Amen. ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. Amen. ഈ വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, Yes. ഇവിടെ എന്നെ ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ മന്ത്രിയും ഇവിടുത്തെ MLA-യും ഇവിടുത്തെ MP-യും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മത നേതാക്കന്മാരും ഇവിടുത്തെ ശക്തികളും ഇവിടുത്തെ വ്യക്തികളും തോറ്റു പോകുന്നിടത്ത് ക്രിസ്തു ജയിക്കും. Amen. Jesus. ശാസ്ത്രം തോറ്റെടുത്ത്, സയൻസ് തോറ്റെടുത്ത്, ഹാർട്ട് ബീറ്റ്, ഇന്ന് ഡോക്ടർ കരുൺ പറയും, ഹാർട്ട് ബീറ്റ് നഷ്ടപ്പെട്ട 5 മാസം പ്രായമുള്ള കൊച്ച് സൗഖ്യമാകണമെങ്കിൽ, തിരിച്ചു വരണമെങ്കിൽ വൈദ്യശാസ്ത്രം അത് ഫെയിലിയർ, അട്ടർമോസ്റ്റ് ഫെയിലിയർ എന്ന് എഴുതി തള്ളിയ കേസാ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന ബൈബിള് സയൻസ് തോക്കുന്നിടത്ത് ജയിക്കുന്നത്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നെ സ്നേഹിച്ചവൻ ചെയ്യും. പറ. എല്ലാരും ഒന്ന് ഇരുന്നേ. ഞാൻ ആശിഷിനോട് പറയുന്നല്ലോ പറഞ്ഞു, കൈ തറാ മോനെ, കീബോർഡിൽ നിന്ന് കൈ എടുത്തു. എനിക്ക് ചെയ്യാൻ കഴിയാത്തത്, പറ, മൈക്കിലോട് പറ. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നെ സ്നേഹിച്ചവൻ ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഞാൻ പുള്ളിയോട് ചോദിച്ചല്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനാ പറഞ്ഞു. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നെ സ്നേഹിച്ചവൻ ചെയ്യും. എനിക്ക് കേറി പോകാൻ പറ്റാത്തടുത്ത്, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തടുത്ത്, എന്നെ സ്നേഹിച്ചവൻ ഈ റോമർ 8 നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരുവാ. ഇന്ന് വീട്ടിൽ പോയിരുന്ന് വിരളോടിച്ച് പെൻസിലോടിച്ചൊന്ന് വായിക്കണം. ഞാൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം എന്നെ എവിടെയൊക്കെയാണ് എന്റെ കർത്താവ് സ്നേഹിച്ചത്, ഏതൊക്കെ വിഷയത്തിലാണ് എനിക്ക് ജയം തന്നത്, ഞാൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം 7 കാര്യം പറയാം. 7 അല്ല, എങ്കിലും 7 പറയാം. റോമർ 8:2. റോമർ 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 1, പാപത്തിന്റെയും മരണത്തിന്റെയും മേളിൽ ജയം. ആമേൻ. ദൈവാസന്മാരെ, അഭിഷിക്തന്മാരെ, കർത്താവിന്റെ മക്കളെ, ഈ 2 സാധനം എന്ന് പറയുന്നത്, ഈ 2 കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത 2 കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് മക്കൾ ഉണ്ടായില്ലെങ്കിൽ, മക്കൾ ഉണ്ടാകാതിരിക്കത്തില്ല, ദൈവം തരും. അതിനിവിടെ ചികിത്സയുണ്ട്.
നിങ്ങളുടെ പനി പ്രാർത്ഥിച്ചിട്ട് പോയില്ലെങ്കിലും അതിനൂടെ മരുന്നുണ്ട്. ഒരാളുടെ കിഡ്നി പ്രാർത്ഥിച്ചിട്ട് അതിനകത്തൊരു സൗഖ്യം ഉണ്ടായില്ലെങ്കിലും, ഉണ്ടാകത്തില്ലെന്നല്ല 100 കണക്കിന് ഉണ്ടായിട്ടുണ്ട്. അതിവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊക്കെയുള്ള സംവിധാനമുണ്ട്. പക്ഷെ ഈ മനുഷ്യന്റെ അകത്തിരിക്കുന്ന പാപം എന്നൊരു കാര്യമുണ്ട്. പാപം, അതിക്രമം, അകൃത്യം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഇന്നലെ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞു. എന്താണ് പാപമെന്നും എന്താണ് അകൃത്യമെന്നും എന്താണ് അതിക്രമമെന്നും ഞാൻ വ്യക്തമാക്കി. കുറച്ച് തമാശയായിട്ടൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, ഈ പാപമാണ്, ഈ അതിക്രമമാണ്, ഈ അകൃത്യങ്ങളാണ് ഒരുത്തന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നത്. അവനെ ശാപത്തിലാക്കുന്നതും ബന്ധനത്തിലാക്കുന്നതും അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതും സകല കാര്യങ്ങളും ചെയ്യുന്നു. ഇത് ഒരു ഡോക്ടർമാർക്കും ഒരു സർജനും ഒരു ഫിസിഷ്യനും ഓപ്പറേഷൻ ചെയ്ത് ഒരുത്തന്റെ അകത്ത് നിന്ന് എടുത്ത് കളയാൻ പറ്റുകയില്ല. ലോകത്തിലെ ഒരു മെഡിക്കൽ ഷോപ്പിലും ഈ പാപവും അതിക്രമവും അകൃത്യവും മാറ്റാനുള്ള മരുന്ന് കിട്ടുകയില്ല. എന്നാൽ ഇതുപോലെ ഡേഞ്ചറസ് ആയ ഒരു വൈറസ്, ഇതുപോലെ ഡേഞ്ചറസ് ആയ ഒരു ക്യാൻസർ ഉലകത്തിലില്ല. അത്ര ഡേഞ്ചറസ് ആയ ക്യാൻസർ ആണ്, അത്ര ഡേഞ്ചറസ് ആയ വൈറസ് ആണ് പാപവും അതിക്രമവും അകൃത്യവും. ഇതിനിവിടെ മരുന്നില്ല. ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ, ഒറ്റ മരുന്നേ ഉള്ളൂ. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി. അതിനൊരു വാല്യൂ കൽപ്പിക്കുന്നവരൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി. ഒരു ജോലി കിട്ടുന്നതിലല്ല കൈയടിക്കേണ്ടത്, അത് മനുഷ്യർക്കും തരാൻ പറ്റും. ഒരു സൗഖ്യം കിട്ടിയതിലല്ല കൈയടിക്കേണ്ടത്, അത് വൈദ്യശാസ്ത്രത്തിനും തരാൻ പറ്റും. എന്നാൽ ആർക്കും തരാൻ കഴിയാത്ത, ഒരു മനുഷ്യർക്കും നൽകി തരാൻ കഴിയാത്ത അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. അപ്പൊ പാപം എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, സിൻ എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ ആ മെസ്സേജ് ഇറക്കണം, നിങ്ങൾ ഇറങ്ങുമ്പോൾ കാണും. ഇനി അത് പറയാൻ നേരെയില്ല, ഇന്നലെ പ്രസംഗിച്ചതാണ്. അപ്പോ എല്ലാത്തിന്റെയും മൂല കാരണം പാപമാണ്. ഇത് പരിഹരിക്കാൻ ഒരാൾക്ക് മാത്രമേ ലോകത്തിൽ കഴിയൂ. അന്ധന് വഴി കാണിക്കാൻ പറ്റില്ല. 2 പേർക്കും ചെവി കേൾക്കാൻ മേല. ഇവൻ അവനോട് ചോദിക്കുക, എന്തുവാടാ പറഞ്ഞേ? അപ്പൊ ഇവൻ പറഞ്ഞു, ഇവനും ചെവി കേട്ടൂടാ, അവനും ചെവി കേട്ടൂടാ. ചെവി കേൾക്കാൻ മേലാത്ത 2 എണ്ണത്തിന് ഇതെന്തോ പറഞ്ഞെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഒരന്ധന് വേറൊരു അന്ധനെ വഴി നടത്താൻ പറ്റുകയില്ല. പാപം ഇല്ലാത്തവന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയൂ. കാഴ്ചയുള്ളവന് മാത്രമേ അന്ധന് വഴി കാണിക്കാൻ കഴിയൂ. കേൾവി ഉള്ളവന് മാത്രമേ ചെകിടനോട് ആംഗ്യ ഭാഷയിലെങ്കിലും എന്താണെന്ന് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയുക, പാപമില്ലാത്ത പരിപാവനമായ പരിശുദ്ധ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കി മാനവകുലത്തെ വിമോചിപ്പിച്ച, രക്ഷിച്ച, വീണ്ടെടുത്ത ഒറ്റ രക്ഷകനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അത് തന്നെ താൻ ജീവനെ മറുവിലയായി തന്ന ക്രിസ്തുയേശു തന്നെ. ഷിജിൻ ബ്രദറെ, ജിജി മോഹൻ പാസ്റ്ററെ, കർത്താവ് നമ്മുടെ പാപത്തെ വിമോചിപ്പിച്ചെന്ന് പറഞ്ഞാലേ
ഞാൻ ഇങ്ങനെ പറയാം, നീ രക്ഷപ്പെട്ടെന്നാ അതിന്റെ അർത്ഥം. Yes. Yes. Amen. Amen. രക്ഷിക്കപ്പെട്ടവരെന്ന് കൈ ഉയർത്തി. ഞാൻ അതിന് വേറൊരു വാക്കൂടെ പറയാം. രക്ഷിക്കപ്പെട്ട നിങ്ങൾ രക്ഷപ്പെട്ടു. Amen. Amen. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടില്ലെന്നാ പലരും പറയുന്നത്. അവരങ്ങനെ പറയുന്നതിന്റെ കാരണം ഭൗതിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇവിടെ ഒരുത്തൻ രക്ഷപ്പെടണമെന്ന് ഒരാൾ പറയണമെങ്കിൽ അത്യാവശ്യം ഗൾഫിലെങ്കിലും പോകണം, ഇല്ലയോ? ഗൾഫിൽ പോയി 2 ബട്ടൺസ് ഒക്കെ തുറന്നിട്ടൊരു മാലയൊക്കെ ഇട്ടുകൊണ്ട് വരണം, എന്നാലേ അവന് രക്ഷപ്പെട്ടെന്ന് ഇവിടുത്തെ ആളുകൾ പറയുള്ളൂ. സ്തോത്രം. ഇവിടെ ആളുകൾ രക്ഷപ്പെട്ടെന്ന് പറയണമെങ്കിൽ ഒരു മാതിരിക്കാറെങ്കിലും വേണം. ഒരു മാതിരിക്കാർ എന്ന് പറഞ്ഞാൽ ഒരു മാരുതിക്കാറെങ്കിലും വേണം, എന്നാലേ ഇവിടെ ആളുകൾ രക്ഷപ്പെട്ടെന്ന് പറയുള്ളൂ. പക്ഷെ ബൈബിൾ ഒരാളെ നോക്കി രക്ഷപ്പെട്ടു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നത് അവൻ വന്നിറങ്ങിയ കാറിന്റെ അടിസ്ഥാനത്തിലല്ല. Amen. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകും. Amen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നാ മിണ്ടാത്ത? Amen. അനക്കൊന്നുമില്ലല്ലോ. Amen. ഇപ്പോ അങ്ങനെയല്ലല്ലോ. അല്ല. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ. Amen. Hallelujah. അങ്ങനെ വിളിക്കപ്പെട്ടവരൊക്കെ ഒന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. അവരുടെ കരവൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ശബ്ദം ഉയർത്തി കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ. പിതാവ് എന്തോ ഒരു സ്നേഹമാണ് കാണിച്ചത്, എത്ര വലിയ സ്നേഹമാണ് കാണിച്ചത്. അപ്പോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നെന്ന് പറയുമ്പോൾ റോമർ 8:2 വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്, പാപത്തിന്റെ മേളിൽ ജയം. ചെറിയ ജയം അല്ലത്. റോമർ 8:2 തന്നെ അടുത്ത വാക്ക് പറയുന്നുണ്ട്, മരണത്തിന്റെയും പ്രമാണത്തിന്റെയും മേളിൽ സ്വാതന്ത്ര്യവും. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഏറ്റവും അവസാനം എത്തുന്ന ക്ഷണിക്കാത്ത അതിഥിയാണ് മരണം. അത് പണക്കാരന്റെ അടുത്തും വരും, പാവപ്പെട്ടവന്റെ അടുത്തും വരും. അത് പണ്ഡിതനെയും തേടി വരും, പാമരനെയും തേടി വരും. അത് പഠിത്തമുള്ളവനെയും തേടി വരും, പഠിക്കാത്തവനെയും തേടി വരും. അത് ആരോഗ്യമുള്ളവനെയും തേടി വരും, ആരോഗ്യമില്ലാത്തവനെയും തേടി വരും. ഒരു ദിവസം ഈ വ്യക്തി ക്ഷണിക്കാത്ത അതിഥിയെ പോലെ എല്ലാവരുടെ അടുത്തും വരും. ഇരിപ്പ് കണ്ടിട്ട് വരികയില്ലെന്നുള്ളതാ പലരുടെയും ചിന്ത. വരും, എന്നെങ്കിലും ഒരിക്കൽ വരും. കർത്താവ് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ദീർഘായുസ് തരും, ആരോഗ്യം തരും. നിങ്ങളെ ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തികളും തികയ്ക്കാൻ കർത്താവ് കൃപ ചെയ്യും. പക്ഷേ ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആർക്കിതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? എന്നാൽ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അത് മേടിക്കാൻ ആളുണ്ടാവുമോ? ഉണ്ടാവുമോ? ഈ മരുന്ന് കഴിച്ചാൽ മരിക്കുകയില്ല എന്നൊരു മരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം വേണോന്ന് പറഞ്ഞു. എന്തോ അവിടെ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോ എല്ലാരും മേടിക്കും, പൈസ ഉള്ളവനെല്ലാം മേടിക്കും. പക്ഷെ അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. ഇനി അതൊരെണ്ണം ഉണ്ടാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല. എന്നാൽ ഒരു കൂട്ടർ മനുഷ്യൻ ഭയക്കുന്ന മരണത്തെ നോക്കി ചോദിക്കുന്നു, മരണമേ നിന്റെ ജയമെവിടെ? മരണമേ നിന്റെ വീഴ്ചമുള്ളവിടെ?
ഭക്തരുടെ മുമ്പിലാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കൊന്ന് ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറയാം. കാരണം പാപത്തിന്റെയും പാപത്തിന്റെ അനന്തര ഫലമായ മരണത്തിന്റെയും പ്രമാണത്തിനകത്ത് നിന്ന് ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വന്നെങ്കിൽ മരണത്തിനപ്പുറം മനുഷ്യൻ എവിടെയെന്നറിയാതെ അവന്റെ മസ്തിഷ്കത്തിനകത്ത് പല തിന്മകളും വിതച്ച് പല അന്ധതകളിൽ അവൻ ജീവിക്കുമ്പോൾ വെളിപ്പാട് പ്രാപിച്ച ഒരു കൂട്ടം, വചനത്തെ അനുസരിച്ച ഒരു കൂട്ടം, ക്രിസ്തുവിനോട് ചേർന്ന ഒരു കൂട്ടം, അവർ വിളിച്ചു പറയുന്നു, ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കും. കണ്ണിമയ്ക്കുന്ന ഇടയിൽ ഇവിടുന്ന് രൂപാന്തരപ്പെടും. മരണം കൊണ്ട് അവസാനിക്കില്ല ഒരു ഭക്തന്റെ ജീവിതം. ഉറപ്പുള്ളവർക്ക് കൈ ഉയർത്താം. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും ഒരു ഇരുട്ടുള്ള സ്ഥലത്തൂടെ തനിച്ച് യാത്ര ചെയ്യും. അപ്പൊ അവിടെ ഒരു ചെറിയ ഒരു മാടക്കട എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാരങ്ങ വെള്ളമൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ കടയുണ്ട്. ആ കടക്കാരൻ എല്ലാ ദിവസവും വൈകിട്ട് 8:30 മണിയാകുമ്പോൾ ഈ ഇരുട്ടുള്ള വഴികളിലൂടെ ഇവൻ കടന്നു പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഈ വഴി അങ്ങോട്ട് തിരിയുമ്പോ അവിടെ മുഴുവൻ പള്ളികളുടെ സെമിത്തേരിയ എന്ന് പറഞ്ഞാ എല്ലാ സഭക്കാരുടെയും ശവക്കോട്ട അവിടെയാ. അതിങ്ങനെ ഒരു 10-50 സെന്റിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇവൻ ഈ വഴി കൂടെ പോണേ. ഒരു ദിവസം ഈ കടയിലെ കടക്കാരൻ ഇവനെ കൈയാട്ടി വിളിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, ഈ ഇരുട്ടത്ത് ഈ വൈകിട്ട് 8:30 മണിയൊക്കെ ആയ സമയത്ത് നിനക്ക് ഇതുവഴി പോകാൻ പേടിയില്ലേടാ കുഞ്ഞേ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, ഞാൻ എന്തിനു ഭയക്കണം. അപ്പൊ ഇയാള് തന്നെ പേടിച്ചു അത് കേട്ടോ. പിറ്റേ ദിവസം അതുവഴി അവൻ പോകുമ്പോ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, നീ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എന്തിനു ഭയക്കണമെന്ന്, അതെന്നതാടാ? അദ്ദേഹം ആ കടക്കാരനോട് പറഞ്ഞു, അച്ഛനൊന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. പുള്ളി കടയിൽ നിന്ന് ഇറങ്ങി വന്നു, ഈ മകന്റെ കൂടെ നടന്നു. കൃത്യമായിട്ട് മനുഷ്യരെ അടക്കിയിരിക്കുന്ന സെമിത്തേരിയുടെ പുറവശത്തൂടുള്ള വഴിയിലൂടെ ഇവിടെ നടന്നു. അവിടെ ഒരു ചെറിയ വെളിച്ചം കണ്ടു. ആ വെളിച്ചം ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, ഈ സെമിത്തേരിക്ക് അപ്പുറത്ത് കാണുന്ന വീട് കണ്ടോ? ഈ സെമിത്തേരിയുടെ പുറകിൽ കാണുന്ന വീട് കണ്ടോ? അതെന്റെ വീടാ. സെമിത്തേരിക്കപ്പുറത്തൊരു വീടുണ്ടെന്ന് ഉറപ്പുള്ളവൻ സെമിത്തേരി വഴി പോകാൻ പേടിക്കുകയല്ല. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണ്ട. സെമിത്തേരിക്കപ്പുറത്തും കല്ലറയ്ക്കപ്പുറത്തും ഖബറുകൾക്കപ്പുറത്തും എനിക്കൊരു നിത്യഭവനമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു ഭക്തൻ ഒരിക്കലും മരണത്തെ പേടിക്കുകയില്ല. ഇന്ന് പകൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും സകല തിന്മയിൽ നിന്നും എന്നെ സ്നേഹിച്ചവൻ ഈ വാക്ക് ഇങ്ങനെ ഇടിച്ചിരിക്കണം കേട്ടോ മോനെ. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് എന്താവശ്യം വരുമ്പോഴും, ബ്രദറെ, എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും, എന്ത് വെല്ലുവിളി വരുമ്പോഴും, ഏത് കടഭാരം വരുമ്പോഴും, കഷ്ടതയില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പക്ഷെ കഷ്ടത കൊണ്ട് തീരുന്നതല്ല നിന്റെ ജീവിതമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതാണ് യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. മോനെ, യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. എങ്കിലും ധൈര്യത്തോടിരിക്ക്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് പകൽ കഷ്ടതകളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ കഷ്ടതകൾ നിന്നെ തീർക്കുകയില്ല. കഷ്ടതകളെ ജയിച്ചവൻ
പാപത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, കല്ലറകളെ ജയിച്ചവൻ. Praise the Lord. Amen. ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. Hallelujah. അപ്പൊ ആദ്യത്തെ ജയം തന്നെ ചിന്തിക്കാൻ പറ്റാത്ത രണ്ട് ജയം. Amen. എന്നൊക്കെയാ വാസു? പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ചിന്തിക്കാൻ മേല. Amen. പറഞ്ഞേ, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം, എന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം, എന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം പാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മരണത്തിൽ നിന്നും എനിക്ക് ജയമുണ്ട്. എനിക്ക് ജയം. രണ്ടാമത്തെ ജയം 8:5 റോമർ 8:5. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ചിന്തകളുടെ മേളിലും ജഡീക സ്വഭാവങ്ങളുടെ മേളിലും ജയം വേണ്ടവരുണ്ടോ? Yes. Amen. ജഡീക ചിന്തകൾ വരുന്നവരുണ്ടോ? ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നവരുണ്ടോ? ഒന്ന് കൈ ഉയർത്തി കാണിക്ക, ഒന്ന് കൈ ഉയർത്തി കാണിച്ച്. ഇല്ല, അനീഷ് കാവാലം പാസ്. അയ്യോടി, എല്ലാരും ഇവിടെ ആരും ഇല്ലേ? ചിന്തകളൊന്നും ഇല്ലേ ആർക്കും? ഒരു ചിന്തയില്ലേ? കൂടെ പറയുന്നുണ്ടല്ലോ, വിട്ടുപോ പിശാചേ, കൂടെ പറയുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ആന ഏതാണ്ടൊക്കെ വരുന്നോണ്ടല്ലേ? ഇടയ്ക്കൊക്കെ വരുന്നില്ലേ? വരുന്നില്ലേ? വരും. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു എന്നൊരു ഡിഫറൻസ് ഇതിനകത്തുണ്ട്. Amen. എന്നാൽ ചിന്തകൾ എല്ലാവരിലും ഉണ്ടാകാം. Amen. കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പോരിന്റെ ആയുധം വായിച്ചേ, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ, വായിച്ച വാക്യം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ച് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുന്നു. എടുത്തവരാരാ? വായിച്ചോ. ആണ്ടെ 2 കൊരിന്ത്യർ 10:5. എല്ലാവരോടും ഒന്ന് ചേർന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 10:5 ആണ്. 2 കൊരിന്ത്യർ 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും. ഈ ഞങ്ങളെന്ന് പറഞ്ഞത് ആരാ? ഈ ലേഖനം എഴുതിയ ആരാ? കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം അവിടെ പൗലോസ്. അപ്പം അവയാൽ ഞങ്ങൾ എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണ്? അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചും സഭയെ കുറിച്ചുവാ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ. അപ്പം സങ്കല്പങ്ങളെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഇമാജിനേഷൻ, ഇമാജിൻ ചെയ്യുക, ഇമാജിനേഷൻ. എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യുന്നവരെന്ന് കൈ ഉയർത്തി. പൊക്കിയിലെ പേര് വിളിച്ചാ എഴുന്നേപ്പിക്കും. എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യുന്നവരെന്ന് കൈ പൊക്കി. ഇമാജിൻ ചെയ്യുന്നതൊക്കെ മൈക്കിലൂടെ പറയാൻ പറ്റുമോ? എല്ലാരും കുനിഞ്ഞിരിക്കുന്നു. ഇമാജിൻ ചെയ്യുന്നതൊക്കെ വിളിച്ച് പറയാൻ പറ്റുമോ? എന്നാ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ആ, ഉണ്ട്.
2, ദൈവത്തിന് every thought to the obedience. Thoughts, imagination and thoughts. ചിന്തകളും സങ്കല്പങ്ങളും പിശാചിന്റെ ഏറ്റവും വലിയ ആയുധ. നിങ്ങൾക്കറിയാവോ? അറിയാം അതിനെ കുറിച്ച്? ഈ നമ്മുടെ ആളുകളെ ഒരു കാര്യം പാപമാണെന്ന് പറയുന്നത് ആ പാപപ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ്. പക്ഷെ യേശു പഠിപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരുത്തി. പഴയ നിയമത്തിൽ ഒരു പുരുഷനും തെറ്റായ ഒരു സ്ത്രീയും, റോങ് റിലേഷൻഷിപ്പ്, ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു വന്ന് ആ തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടാലേ അത് വ്യഭിചാരമാകത്തുള്ളായിരുന്നു. എപ്പോ? പഴയ നിയമത്തിൽ. ഈ ചർച്ചിലെ ലീഡേഴ്സ് ആദ്യം ഇരുന്ന് ഉറങ്ങുന്നത്. ഞാൻ ബാക്കി നീതിമാന്റെ ഗതി ഇതാന്ന്, ഭാവിയുടെ അഭക്തന്റെ ഗതി എന്നാകുമെന്ന് ഓർത്തു. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ അവിടൊക്കെ ഇരിക്കുന്നവരോടാ പറയുന്നത്. പക്ഷെ ഇതിനെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളെ ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പറയുന്ന. എൻ്റെ ഒരു വിടുതലും നടക്കുന്നില്ല, എൻ്റെ കല്യാണം നടക്കുന്നില്ല, എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് നന്മയുണ്ടാകുന്നില്ല, എൻ്റെ കാശില്ല. ഇത് പിശാച് എവിടെയാ നിന്റെ വഴി അടയ്ക്കുന്നതെന്ന് പറയുക. ശ്രദ്ധിക്കുന്നോ? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അത് പാപമാകണമെങ്കിൽ ആ പ്രവൃത്തി ചെയ്യണമായിരുന്നു. ഇപ്പോഴും ആളുകള് വെള്ള ഉടുപ്പിട്ടതും ഷേവ് ചെയ്തതും ഷേവ് ചെയ്യാത്തതും മുടി വളർത്തിയതും ഒക്കെയാ എല്ലാവരും നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും ഇവര് ഇതൊക്കെയാ പാപമാണെന്ന് പറയുന്ന മെയിൻ സാധനം. യഥാർത്ഥ പാപം എന്താന്ന് പറയുന്നുമില്ല. ശ്രദ്ധിക്കുന്നില്ലേ? ആ UK ഒരു പയ്യനോട് പറഞ്ഞു, എടാ പോയി മുടി വെട്ടറാന്ന് പറഞ്ഞു. അപ്പൊ അവ ഉടനെ അമ്മയോട് തിരിച്ചു ചോദിച്ചു, യേശുക്രിസ്തു എന്താ മുടി വെട്ടാൻ ചെയ്യുന്നത്? എന്തേലും പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവിന് എന്നാ ഉണ്ടായിരുന്നു? എന്താടാ താടി പഠിക്കാൻ ചോദിച്ചാൽ പറഞ്ഞു, യേശുവിന് താടി ഉണ്ടായിരുന്നു. ആ നിങ്ങൾ എങ്ങനെ കണ്ടെന്നു? താടി ഇല്ലാത്തവന്റെ താടി രോമം പിഴുതെടുക്കാൻ പറ്റുമോ? അങ്ങനല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹലോ, എല്ലാരും പോയാ? ഇവിടെ ഉണ്ടല്ലോ അല്ലയോ? ഒരിക്കൽ ഒരാൾ ചെരുപ്പിടാതെ വലിയ ഭക്തനാന്നും പറഞ്ഞ് പ്രസംഗിക്കാൻ വന്നപ്പോൾ പോയിട്ട് പുള്ളി ചോദിച്ചു, ബ്രദർ എന്താ ചെരുപ്പിടാത്തതെന്ന്. പുള്ളി പറഞ്ഞു, ഞാനാണ് ഈ കാലഘട്ടത്തിലെ വിശുദ്ധൻ. അപ്പോൾ ഉടനെ ഈ ചെറുപ്പക്കാരൻ ബൈബിളിൽ വലിയ വിവരമൊന്നുമില്ല, എങ്കിലും അവൻ പറഞ്ഞു കൊടുത്തു, യോഹന്നാൻ യേശുവിനോട് പറഞ്ഞായിരുന്നല്ലോ നിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, യേശുവിന് ചെരുപ്പുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. യേശുവിന് ചെരുപ്പുണ്ടായിരുന്നു. അടുത്തിരിക്കുന്നവൾ പറഞ്ഞു, വലിയ ആള് കളിക്കല്ലേ പറഞ്ഞ കൈ കൊടുത്തു പറഞ്ഞു. ചിലര് വലിയ ആള് കളിച്ചു കളയും. ചേർന്നൊരാമയും പറഞ്ഞു. ഒരു വകുപ്പും പറയാനില്ല, ഒറ്റ കാര്യം എന്ന് പറയാനുള്ളൂ, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം. ചേർന്നൊരാമയും പറഞ്ഞു. അപ്പൊ സങ്കല്പങ്ങൾ, ചിന്തകളാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് മത്തായി 5:28 എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇതൊരു പുതിയ കാര്യമാണ്. അപ്പൊ പഴയ വേറൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാനോ നിങ്ങളോട് പറയുന്നു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. പിടികിട്ടിയോ? പഴയ നിയമത്തിൽ ഇത് ചെയ്യണമായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് ചിന്തിച്ചാ മതി. അപ്പൊ ചിന്തയെ സൂക്ഷിക്കണോ? നിങ്ങൾ ഇവിടെ ഇല്ല. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോനെ, ചിന്തകൾ വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിന്തകൾ വരാം.
മനുഷ്യരാണ്. വരാം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, പക്ഷികൾക്ക് എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറക്കാം. എല്ലാ പക്ഷി, കാക്കയ്ക്കും കുയിലിനും കിളിക്കുമെല്ലാം എൻ്റെ ശിരസിൻ്റെ മുകളിലൂടെ പറക്കാം. പക്ഷേ അതിൽ ഒരു പക്ഷി പറന്നു വന്ന് എൻ്റെ തോളത്ത് കുത്തിയിരുന്ന് കൂടും വെച്ച് കാഷ്ടിച്ച് മുട്ടയിട്ട് എന്നെ നശിപ്പിക്കരുത്. Yes. Amen. Amen. ആ പക്ഷി എൻ്റെ തോളത്ത് വന്നിരിക്കുന്നെന്ന് കാണുമ്പോൾ തന്നെ അപ്പോഴേ തട്ടിക്കളയണം. Amen. ചിന്ത വരാതിരിക്കത്തില്ല, വരുമ്പോ തന്നെ അതിനെ ശാസിച്ചേക്കണം. ഒന്ന് കരമടിച്ച് കർത്താവ് വരുമ്പോൾ തന്നെ അതിനെ റിജക്ട് ചെയ്ത് കളയണം. Amen. ഈ ചില ആളുകൾ പറയുന്ന ഇതൊരു കൗൺസിലിംഗ് ആ കേട്ടോ. എന്നെ തല ഉയർത്തി കേട്ടോ. എപ്പോഴും ഒന്നും വരികയില്ല, ഇന്ന് വരുന്നു. Amen. ഈ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ എൻ്റെ ചിന്ത ഒരു പന്ന ചിന്ത, വേണ്ടാത്തൊരു ചിന്ത എൻ്റെ അകത്ത്, എൻ്റെ ചിന്ത. അവർ പറയുന്നത് എൻ്റെ അകത്ത് എനിക്ക് എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാ പാസ്റ്റർ. എൻ്റെ പൊന്നുമോളെ, മക്കളെ, മോനെ, അത് നിന്റെ ചിന്തയല്ല. ആ വേണ്ടാത്ത ചിന്ത നിന്റെ സ്വന്തം ചിന്തയല്ല. പുറത്തുനിന്ന് ഒരുത്തൻ അകത്തോട്ട് കൊണ്ടുവരാൻ നോക്കുന്നതാണ്. അതിനെ വെളി വെച്ച് തന്നെ ഡീൽ ചെയ്യണം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? ബ്രദറെ, എനിക്കങ്ങ് മരിക്കണോന്ന് തോന്നുക. ബ്രദറെ, പാസ്റ്ററെ, എനിക്കങ്ങ് ആത്മഹത്യ ചെയ്യണോന്ന് തോന്നുക. മോളെ, മോനെ, നിനക്ക് തോന്നുന്നതല്ലത്. നീ ആത്മഹത്യ ചെയ്യണമെന്ന് നിനക്കങ്ങ് തോന്നുന്ന തോന്നലല്ല, നിന്നെ പുറത്ത് നിന്നൊരുത്തൻ തോന്നിപ്പിക്കുകയാണ്. അവനെ ഇന്ന് പകൽ നീ ഡീൽ ചെയ്യണം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കും? പാസ്റ്ററെ, ഇങ്ങനെ ഇരിക്കുമ്പം, വെറുതെ ഇരിക്കുമ്പം ഒരു ചിന്ത കയറി വരികയാണ്, ഒരു ഭയം ഇങ്ങനെ കയറി വരികയാണ്, ഒരു കാര്യം കയറി വരികയാണ്. ഞാനത് പാസ്റ്ററെ, ഞാൻ അങ്ങനെ ആയിപ്പോയി. മോളെ, നീ അങ്ങനെ ആയിപ്പോയതല്ല മോനെ, അത് നിന്റെ ചിന്തയല്ല. പുറത്തുനിന്ന് വെളിയിന്ന് അവൻ അകത്തോട്ട് കയറാനുള്ള, ഇത്രയും ശ്രദ്ധിച്ചു കേട്ടെ, അകത്തോട്ട് കയറാനുള്ള ഒരു ശ്രമം മാത്രമാണ്. നിന്റെ അകത്തുള്ള കർത്താവിലും നിന്റെ ആത്മാവിലുള്ള അഭിഷേകത്തിലും നിന്റെ വാ തുറന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ചിന്തയെ ക്യാൻസൽ ചെയ്യുന്നു, ഞാൻ അതിനെ റെഫ്യൂസ് ചെയ്യുന്നു, ഉടച്ചു കളയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മേൽ ജയം ഉണ്ടാകും. ഇവിടെ ഈ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ ഈ വായിച്ച വാക്യത്തിൽ ഈ ചിന്തകളെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ ചിന്തകളെ, ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞ്, മോനെ 4-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കാൻ. ഏത് കോട്ട? ചെങ്കോട്ടയോ അതോ കിഴക്കേ കോട്ടയോ? ഏത് കോട്ടയാ? ചിന്തകളുടെ കോട്ട. എന്നെ നോക്കി എല്ലാവരും തല ഉയർത്തി. ഓരോ ചിന്തയും ഓരോ നാരുകളാണ്. നിങ്ങളൊരു പായിൽ ഇരിപ്പുണ്ട്, പായ്ക്കകത്തോട്ടൊന്ന് നോക്കി, പല പല ഇഴകളുണ്ടോ? അതിനകത്ത് ഉണ്ടോ? ഇതുപോലെ പിശാച് കൊണ്ടുവരുന്ന ഓരോ ചിന്തകളും ഓരോ ഇഴകളാണ്, ഓരോ നാരുകളാണ്. ഇത് ഓരോന്നോരോന്നും നിന്റെ അകത്ത് നീ എടുക്കാൻ തുടങ്ങിയാൽ ഇത് വെച്ച് അവനൊരു കാർപ്പറ്റ് ഉണ്ടാക്കും. ഈ ചിന്തകൾ ഓരോന്നോരോന്ന് വെച്ച് നെയ്ത് അവനൊരു പായ ഉണ്ടാക്കും. ഈ പായ്ക്കകത്ത് നിന്നെ ഇരുത്തി അങ്ങ് ചുരുട്ടും. പിന്നെ ആ കോട്ടയ്ക്കകത്ത്, ആ ചിന്തയുടെ കോട്ടയ്ക്കകത്ത്, ആ വിചാരത്തിന്റെ കോട്ടയ്ക്കകത്ത്, അങ്ങനല്ലെങ്കിൽ പോലും, അത് സത്യമല്ലെങ്കിൽ പോലും, അത് സത്യമാണെന്നങ്ങ് ചിന്തിച്ച്, അത് സത്യമാണെന്നങ്ങ് വിശ്വസിച്ച് നിന്നെ അതിനകത്ത് ഒറ്റപ്പെടുത്തി സഫോക്കേറ്റ് ചെയ്യിക്കും, ശ്വാസം മുട്ടിക്കും. എന്നാൽ പൗലോസ് പറയുന്നു, ആ കോട്ടകളെ ഇടിക്കുക.
സംഭവിക്കട്ടെ. ഇന്ന് പകൽ ആത്മാവിൽ എന്റെ കൂടെ ഒന്ന് യുദ്ധം ചെയ്യാൻ എത്ര പേരുണ്ട്? ഇതിനകത്ത മക്കളെ, ഇതിനകത്ത യേശുക്രിസ്തു മുഖാന്തിരം നിനക്ക് ജയമുണ്ടായ. ഈ സാധനത്തെ ജയിക്കാൻ പറ്റാതിരുന്നുകൊണ്ടാ പലരും ആത്മഹത്യ ചെയ്തേ. ഇതിനെ ജയിക്കാൻ പറ്റാത്തത് കാരണം കൊണ്ടാ പലരും വ്യഭിചാരത്തിലും പാപത്തിലും തിന്മയിലും പെട്ടത്. ഇതിനെ ജയിക്കാൻ പറ്റാതെ പോയ കാരണം കൊണ്ടാ പല കുടുംബജീവിതങ്ങളും തകർന്നത്. ഇതിനെ ജയിക്കാൻ പറ്റാതെ പോയ കാരണം കൊണ്ട് അവന്റെ ജീവിതം തന്നെ ഇല്ലാതായത്. ഇന്ന് പകൽ ഇതിനെ നിനക്ക് ജയിക്കാൻ പറ്റിയത് നിന്റെ ശക്തിയാലല്ല. എന്നെ സ്നേഹിച്ചവൻ മക്കളെ, ദൈവത്തോട് വല്ല നന്ദിയുള്ളവൻ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ? ജീവിതത്തിൽ ഇന്ന് പകൽ ഞാൻ വെറുതെ പറഞ്ഞല്ല, തമ്പുരാനോട് നന്ദിയുള്ളവൻ ഇതിൽ ഇരിപ്പുണ്ടോ? ഓ, നമ്മെ സ്നേഹിച്ചവൻ യേശു മുഖാന്തിരം പാപത്തിന്റെ മേളിൽ ജയം, മരണത്തിന്റെ മേളിൽ ജയം, ഒരുത്തനും ജയിക്കാൻ പറ്റാത്ത ജഡീക ചിന്തകളിൽ നിന്ന് ജയം. എൻ്റെ അടുത്ത് കോട്ടയത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോ മകൻ ശുശ്രൂഷയിലാണ്, അവന്റെ പേര് ഞാൻ മറന്നുപോയി, കണ്ടാ അറിയാം. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പനും മദ്യപാനികളായിരുന്നു, കുടിയന്മാരായിരുന്നു. എൻ്റെ അപ്പാപ്പന്മാരെല്ലാം വെള്ള, കോട്ടയല്ലേ ആ സൈഡാ, എൻ്റെ അപ്പാപ്പന്മാരെല്ലാം വെള്ള. അപ്പോ എനിക്കങ്ങ് പാസേ ഈ കോളേജിൽ പഠിച്ച സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാം ക്ലാസ് കട്ട് ചെയ്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തും ഇങ്ങനെ പാർക്കിലും ഒക്കെ പോയി ഇരുന്ന് ബീറും മദ്യമൊക്കെ കുടിക്കും. യുവമാരുടെ കൂട്ടത്തിൽ ഞാൻ പോകാതിരുന്നാൽ യുവമാർ വിഷയം ഉണ്ടാക്കും. കൂട്ടുകാരാ, എൻ്റെ കൂട്ടുകാരാ. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ പോയി ഇവ ഇരിക്കും, പക്ഷെ ഇവൻ കുടിക്കില്ല. ഇവരുടെ കൂട്ടത്തിൽ പോയി, ഈ കുടിക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിൽ പോയി ഇവൻ ഇരിക്കും. ഇവരുടെ അടുത്ത കൂട്ടുകാർ ഇവനെ പിണങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ, ഞാൻ വിശുദ്ധന് നീ പാപിയാന്ന് പറഞ്ഞ പിന്നെ അടിയായി, പിന്നെ ഇവൻ അടി കൊള്ളും, കോളേജ് മൊത്തം വിഷയാവും. അതുകൊണ്ട് യുവമാരുടെ കൂട്ടത്തിൽ പോയി ഇവൻ ഇരിക്കും. അവൻ എന്നോട് പറഞ്ഞ ടെസ്റ്റിമണിയാ. പക്ഷെ പാഷെ ആ കൂട്ടത്തിൽ പോയി ഞാൻ ഇരിക്കുമ്പോ ഇതിന്റെ മണം, ഈ കുപ്പി പൊട്ടിക്കുമ്പം കുടിക്കുമ്പം, ഇത് എൻ്റെ കൊച്ചുനാള് മുതൽ എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന മണമായത്. ഈ മണം ഇങ്ങനെ അടിച്ചു കയറുമ്പം പെട്ടെന്ന് എൻ്റെ അകത്ത് ആരോ പറയുന്ന പോലെ തോന്നും, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. പിടികിട്ടിയോ? ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാൻ സ്വന്തമായിട്ട് ജയിക്കുന്ന അല്ല. നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് ജയിക്കാൻ പറ്റൂല. ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. നമുക്ക് നമ്മളെ സൂക്ഷിക്കാനൊക്കെ പറ്റും, പറ്റത്തില്ലെന്നല്ല, സൂക്ഷിക്കാൻ പറ്റും, ഒരു പരിധി വരെയൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ്, നമ്മുടെ അകത്തുള്ള കർത്താവിന്റെ ബലം, അത് ഈ ലോകത്തെ മാത്രമല്ല, അത് സകലത്തെ ജയിച്ചതാണ്. ചിന്തകളിലൂടെ ഫൈറ്റിംഗ് അടിക്കുന്നവരെന്ന് കൈപൊക്കിയേ.
ചിന്തകളിലൂടെ യുദ്ധം, വേണ്ടാത്ത ചിന്ത, യുദ്ധം. കൈവക്കിയേ. കർത്താവേ, അവരിന്നൊരു കാര്യം തിരിച്ചറിയുന്നു. എത്ര 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 ചിന്തകൾ പിശാച് കൊണ്ടുവരാൻ നോക്കിയാലും അതിനൊന്നും ഇവരെ തൊടാനോ ഇവരെ ജയിക്കാനോ ഇവരെ വാഴാനോ പറ്റുകയില്ല. ഇവരെ സ്നേഹിച്ച കർത്താവ് മുഖാന്തരം ഇവരതിനകത്ത് പൂർണ്ണ ജയാളികളാണ്. എല്ലാ ടെംപ്ടേഷൻ സ്പിരിറ്റുകളെയും break it in the mighty name of Jesus. സ്നേഹിച്ചവൻ മുഖാന്തരം 15 വാക്യം. സമയമില്ല, ഇനി പെട്ടെന്ന് പറഞ്ഞു. യൂത്ത് മീറ്റിംഗ് നടത്തണം. 8:15 റോമർ 8. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്നെ എല്ലാവരും ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഒത്തിരി സമയം എടുക്കാനില്ല. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം മരണത്തിൽ നിന്ന് ജയം, പാപത്തിൽ നിന്ന് ജയം, ജഡീക ചിന്തകളും ജയം. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. പാപത്തിൽ നിന്ന് ജയം. എല്ലാരും പറഞ്ഞേ. പാപത്തിൽ നിന്ന് ജയം, മരണത്തിൽ നിന്ന് ജയം, ജഡീക ചിന്തകളിൽ നിന്ന് ജയം. 15 വാക്യത്തിലേക്ക് വരുമ്പോ കണ്ടോ, ദാസ്യത്വത്തിൽ നിന്ന് ജയം, ആമേൻ, പുത്രത്വത്തിലേക്ക് പ്രവേശനം. അതൊരു ചെറിയ കാര്യമല്ല. അടിമത്വത്തെ, എന്റെ മേളിൽ നിന്ന അടിമത്വത്തെ എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ആ അടിമത്വം തകർന്നു പോയി. ഇപ്പോൾ ഞാൻ ദാസനല്ല, ഇപ്പോൾ ഞാൻ അടിമയല്ല, ഇപ്പോൾ ഞാൻ അനാഥയും അനാഥനുമല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചവൻ. ഓ മക്കള്, അവകാശി അവരിവിടെ ഉണ്ടോ? ഞാൻ യേശുവിൻ നാമത്തിൽ ഈ കൂട്ടത്തെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. എല്ലാ ദാസ്യത്വത്തിന്റെ സ്പിരിറ്റുകളും, എല്ലാ അടിമത്വത്തിന്റെ സ്പിരിറ്റുകളും വിട്ടുപോടെ. ഈ 7 കാര്യമില്ലേ, നിങ്ങളൊരു 7 ദിവസത്തെ മീറ്റിംഗ് വെക്കാവോ? 14 സെഷൻ പ്രസംഗിച്ചാൽ തീരില്ല. രാവിലെയും വൈകിട്ടും. എന്നെ പുത്രനാക്കി പുത്രിയാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം എന്നാന്നറിയോ? മക്കളുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. ഇനി മക്കളായി ജനിച്ചവരെന്ന് കൈ ഉയർത്തി. ഞാനൊരു മകളായിട്ടാ ജനിച്ചേ. ഇന്ന് വെളുപ്പാങ്കാലത്ത് ഞാൻ പേടകത്തിന്ന് കൊട്ടാരക്കര വന്ന് ഇറങ്ങിയതല്ലെന്നുള്ളവരെന്ന് കൈ ഉയർത്തി. ഒന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ പണിക്കാർ വന്നിട്ടുണ്ടോ ജോലിക്ക്? വന്നിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ പണിക്കാർ ജോലിക്ക് വന്നിട്ടുണ്ടോ എന്നൊരു കൈ ഉയർത്തി. വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? വെള്ളം കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? വെള്ളവേലും കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ നിങ്ങളുടെ വീട്ടിൽ പിള്ളേരുണ്ടോ? മടി നിമിത്തം ചിലവന്മാർ പറയാം, അമ്മേ ഇച്ചിരി വെള്ളം. മടിയന്മാർ. അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ വന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഇച്ചിരി വെള്ളം ഞാൻ കുടിച്ചോട്ടെ അമ്മേ ചോദിച്ചിട്ടുണ്ടോ? അവനെന്തോ അങ്ങനെ ഇരിക്കുന്നത് എന്നോട് പറ. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. വീട്ടിൽ മീൻ വറുത്തപ്പം, നല്ല ബീഫ് കറിയും, നല്ല കപ്പയൊക്കെ വേവിച്ചപ്പം, അമ്മേ ഞാൻ ഇച്ചിരി ബീഫ് അതിൽ നിന്ന് കഴിച്ചോട്ടെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? എന്താ ചോദിക്കാഞ്ഞേ? എടുത്ത് മറിച്ചില്ലേ അവൻ? മീൻ വറുത്ത പാത്രത്തെ അവസാനം വന്ന് നോക്കിയപ്പോ കറിവേപ്പില മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
പറ. അതേസമയം പുറത്ത് നിന്ന വേലക്കാരന് ഈ അകത്ത് വെച്ചിരിക്കുന്ന കപ്പയും ബീഫും വന്ന് അകത്ത് കയറി കഴിക്കാൻ പറ്റുമോ? പറ. നിങ്ങൾ അങ്ങേർക്ക് കൊടുക്കാതെ, അയാൾ അത് ചോദിക്കാതെ, ചോദിക്കണം, ബെഗ് ചെയ്യണം, ചോദിക്കണം, ആവശ്യപ്പെടണം. അന്നേരം നല്ല പോഷണം കൊടുക്കുവോ? ഞാൻ കഴിച്ച പാത്രത്തിൽ എൻ്റെ വീട്ടിലെ വേലക്കാരന് കൊടുത്തേന്നുള്ളവരെ കൈപൊക്കി. അവരായി സഭയിലെ അവാർഡ് വിന്നർ. ഇതൊക്കെ ചോദിക്കാൻ പാടില്ലാത്തതാ. കൊടുക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാ തെറ്റ്? നിങ്ങളപ്പോ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതോ? കൂടുതലൊന്നും പറയാൻ. ചില ആളുകളുണ്ട്, അവരവരുടെ ഷീറ്റിലേ കിടക്കുള്ളൂ, അവരുടെ പാത്രത്തിലേ അവര് കഴിക്കുള്ളൂ. അവർക്കൊരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിലേ അവര് അവർക്ക് അവരുടെ ഗ്ലാസ്, അവർക്ക് അവരുടെ ഷീറ്റ്, അവർക്ക് അവരുടെ തലേണ. ആ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഒറ്റ ചേച്ചി, ഞാൻ നോക്ക്, ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, സ്വർഗത്തിൽ തന്നെ പോണം. അല്ല ഇങ്ങനെ വാ തുറന്ന് അയ്യോ എന്ന് പറയുമ്പോ 1000 പുഴു അകത്തോട്ട് പോവും. മനസ്സിലാവുന്നുണ്ടോ? ചാകാത്ത പുഴു. നിങ്ങൾക്കറിയത്തില്ലേ ആ വാക്യം? കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ സാറിന് വരെ അറിയായിരുന്നു ആ വാക്യം. അച്യുതാനന്ദൻ സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പം മരിച്ചുപോയ മാണി സാറിനോട് പറഞ്ഞില്ലേ, മാണി ചാകാത്ത പുഴുവിലും കെടാത്ത തീയിലും വീഴുമെന്ന് പറഞ്ഞില്ലേ അന്ന്? ഓർക്കുന്നുണ്ടോ? നിയമസഭയെ പറഞ്ഞില്ലേ? ദൈവസഭ ഇരിക്കുന്നതിനേക്കാൾ ഉള്ളവരെക്കാൾ കൂടുതൽ വചനം അറിയാം നിയമസഭ ഇരിക്കുന്നവന്. ദൈവസഭ ഇരിക്കുന്ന ഈ വലിയ വൃത്തിയും വെടുപ്പും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഇങ്ങനെ അശുദ്ധിയായി കാണുന്നവരും ആ നിലയിലൊക്കെ ചിന്തിക്കുന്നവരും കർത്താവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ എന്നിടയ്ക്കൊന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. നല്ല കേട്ടോ. ആളുകൾ വാച്ചേ നോക്കുന്നത് കഴിയുന്നില്ലയോ എന്ന്. സത്യ. എന്നാ മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, ദൈവം എല്ലാരെയും ഒരുപോലെ കരുതുന്നു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കള് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ കർത്താവിന് തൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ്. ഈ ചുമ്മാ വിളിക്കുന്നതല്ല, ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഞാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ എന്നെ തലപൊക്കി നോക്കിയേ. നിങ്ങളുടെ മോനെ നിങ്ങളുടെ മോളെ കൂടാതെ മോനെ മോളെ എന്ന് വിളിക്കുന്ന വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? പറ. ഇല്ലേ? നീ എൻ്റെ ഒരു മോനെ പോല, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടോ? മോളെ പോല ഉറപ്പാണോ? പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ചോദ്യം, വസ്തു വീതം വെക്കുമ്പോ അവനെന്തേലും കൊടുക്കുവോ? ഹല്ലേലൂയെന്ന് കൊടുക്കുവോ? കൊടുക്കുകയില്ല. വിളിച്ചത് നീ എൻ്റെ മോനെ പോല, നീ എൻ്റെ മോളെ പോല. പക്ഷേ വസ്തു ഭാഗം വെച്ചപ്പം ഈ ചെറുക്കനാ പുറകെ നടന്ന് മുഴുവൻ ഈ സ്വന്തം മോൻ ഒരു പണിയെടുക്കാതെ മേളിൽ കിടന്നുറങ്ങിയപ്പം ഈ ചെറുക്കനാ വീട്ടിൽ വന്നെല്ലാം ചെയ്തതും അമ്മ തെന്നി അടിച്ച് താഴെ വീണപ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോയതും, കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ആശുപത്രി കൊണ്ടുപോയതും ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു മോനെ പോലെ നിന്നല്ല. പക്ഷെ അവനെ വസ്തു കൊടുക്കുവോ? അപ്പോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്വന്തം ആരാണെന്ന്. അതുപോലെ കർത്താവിനെ അറിയാം. ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു തരും?
ദേ എന്നെ കാണുന്ന ഈ കേൾക്കുന്ന ആളുകളില്ലേ, ഈ കൂട്ടമില്ലേ, അവന്റെ സ്വന്തം. ദാസ്യത്വത്തിന്റെ ആത്മാവിൽ നിൽക്കുന്നവരല്ല, പുത്രത്വത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവരാ. പുത്രനെങ്കിലും അവകാശിയാ, അവകാശി സർവത്തിന് യജമാനനാ. ഇന്ന് പകൽ ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാണ്. ആ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പാ പിതാവേ എന്ന് വിളിച്ചേ, അപ്പാ പിതാവേ എന്ന് വിളിച്ചേ, അപ്പാ പിതാവേ എന്ന് വിളിച്ചേ. കരുൺ ഡോക്ടറെ, ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം സിമ്പിളായിട്ടാ പറയുന്നത്, ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. മോശയ്ക്ക് കിട്ടാത്ത പദവി. മോശ ദാസനായിരുന്നോ? അതെ. പറബാസ്റ്റേ, അതെ. എന്റെ ദാസനായ മോശയെ പോലെ എന്നല്ലേ ദൈവം പറഞ്ഞേ? ആയിരുന്നോ? അതെ. ഏലിയാവോ? ദാസനായി. ഏലിശ. ഇവരുടെയൊക്കെ മിനിസ്ട്രി എന്തായിരുന്നു? ഇവരുടെയൊക്കെ ജീവിതം എന്നായിരുന്നു? ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എന്നായിരുന്നു? ഈ പഴയ നിയമ വിശുദ്ധന്മാർ ഓരോരുത്തരും, സ്നാപക യോഹന്നാൻ വരെ, അവരൊക്കെ ആരായിരുന്നു? എന്നാൽ ഇവർക്കാർക്കും ദൈവത്തെ വിളിക്കാൻ, സംബോധന ചെയ്യാൻ പറ്റാത്ത ഒരു 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 പദവി. സത്യം പറഞ്ഞ സ്വർഗത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയില്ലേ? സ്വർഗത്തിലെ പ്രാർത്ഥന അറിയോ? യേശു പഠിപ്പിച്ച പ്രാർത്ഥന അറിയോ? ഒന്ന് പറഞ്ഞു. എന്നാണ്? എന്നാരും ചിലര് മിണ്ടാത്ത എന്നാ? സ്വർഗത്തിലെ പ്രാർത്ഥന എല്ലാരും പറഞ്ഞേ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന, യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ഇപ്പൊ ഈ പറഞ്ഞതേ ബൈബിളിലെ വാക്യ, വചനത്തിന്റെ ഭാഗ. ദൈവകൃപയാൽ അത്രയെങ്കിലും കാണാതെ പഠിച്ചതിൽ നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കും. ഹലോ, യേശു പ്രാർത്ഥന പഠിപ്പിച്ചു പറഞ്ഞു, സ്വർഗസ്ഥനായ. സത്യം പറഞ്ഞ ആദ്യത്തെ വരി തന്നെ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ നിന്നവരും എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കാണും. കാരണം ചരിത്രത്തിൽ ഒരുത്തനും ദൈവത്തെ കേറി അബ്ബാ അബ്ബാ എന്ന് വിളിക്കാൻ തൻ്റെ ഇടയില്ല, ധൈര്യമില്ല. ഇന്നും യഹൂദന്മാർ വിലാപം അതിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. യഹോവയെന്ന് പോലും യാവേന്ന് പോലും അവർക്ക് പറയാൻ പേടിയാ. അഡോനായ് 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 ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. യാവേ എന്ന് പോലും അവർ ഉച്ചരിക്കാറില്ല. പിന്നാണോ ദൈവത്തെ കേറി അപ്പാ ഡാഡി എന്ന് വിളിക്കാൻ അവർ ധൈര്യം കാണിക്കുന്നത്. എന്നാൽ ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് പുറത്തു വരികയാണ്. ഒരു കൂട്ടം ഇന്ന് പകൽ ആ കൂട്ടം ഇവിടെ ഉണ്ടോ? അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ. അവന്റെ മക്കൾ എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി, അവന്റെ മക്കൾ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ദാസ്യത്വത്തിൽ നിന്ന് പുത്രത്വത്തിൽ വന്നു. നാലാമത് 8:26-27, റോമർ 8:26-27. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു.
എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്. നോക്കിയേ, ഇതൊരു വലിയ കാര്യം, ചെറിയ കാര്യമല്ല. പെട്ടെന്ന് പറയാം. ചില സമയങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല എന്നുള്ളവരെന്ന് കൈ ഉയർത്തി. ചില സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥനയിൽ വീക്കായിരിക്കും എന്നുള്ളവരെന്ന് കൈ ഉയർത്തി. സുഖമില്ലാതെ കിടക്കുമ്പം, ഉച്ചരിക്കാൻ വായെടുക്കാൻ പറ്റാതെ പനി പിടിച്ച് കിടക്കുമ്പം എനിക്കൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വിടുവിക്കപ്പെട്ട, തൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട തൻ്റെ മക്കളോട് കർത്താവ് പറയുന്നു, നിനക്കുച്ചരിക്കാൻ വാതുറക്കാൻ പറ്റാത്ത സമയത്ത് പോലും. ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അഹരോൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പറ. ഇല്ല. പറ. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ ആത്മാവ് ഞാൻ വാവൂട്ടി കിടക്കുമ്പോഴും എൻ്റെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിലും എൻ്റെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ടത്രേ. എനിക്ക് തോന്നുന്നത് ഈ പലരും ഇന്ന് അനങ്ങാതിരിക്കുന്നതും ഈ ആത്മീയ അഹങ്കാരികളായി പോയതും കർത്താവ് ഇച്ചിരി കൂടുതൽ പ്രിവിലേജ് തന്നുപോയി. ഇത്രയൊന്നും തരണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഇത്രയൊന്നും കൊടുക്കണ്ടായിരുന്നു തോന്നുന്നു. ചില കൂടുതൽ പ്രിവിലേജ് കൊടുത്തുപോയി, ചില കൂടുതൽ കാര്യങ്ങൾ കൊടുത്തുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. 8:28 നോക്കിയേ, 8:28 പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ശത്രു നിനക്കിട്ട് ചെയ്ത തിന്മ പോലും അവൻ നന്മയാക്കി മാറ്റുകയാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയൂ. ശത്രു നിനക്കിട്ട് ചെയ്ത തിന്മ പോലും. ഇന്ന് ഇതിനകത്ത് എനിക്കൊരു പണി കിട്ടി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പണി കിട്ടി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവ് നിന്നോട് പറയുന്നു, നിനക്ക് പണി കിട്ടിയതല്ല, സ്വർഗത്തിലെ ദൈവം അതിനെ ഒരു അത്ഭുതമാക്കി, നിന്റെ ജീവിതത്തിൽ അതിനെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകുകയാണ്. നിന്റെ കടഭാരത്തെ, നിന്റെ ബിസിനസ്സിനകത്ത് വന്ന തകർച്ചയെ, നിന്റെ ജീവിതത്തിൽ വന്ന ഫെയിലിയർനെസ്സിനെ, നിന്റെ ജീവിതത്തിൽ വന്ന പരാജയത്തെ, ശത്രു നിനക്കെതിരെ എഴുത എഴുത്തുകളെ യേശുവിന്റെ നാമത്തിൽ നിനക്കതൊരു അബദ്ധമായി പോയി എന്ന് തോന്നിയത് പോലും നിന്റെ അബദ്ധത്തെ ദൈവം ഒരു അത്ഭുതമാക്കുന്നു. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാം. മക്കളെ, വാ തുറന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഉറക്കെ പറഞ്ഞ്, എന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം എന്റെ ജീവിതത്തിലെ അബദ്ധങ്ങൾ പോലും അവൻ അത്ഭുതമാക്കി മാറ്റും. അവൻ അത്ഭുതമാക്കി മാറ്റും. ഉറപ്പുള്ളവരുന്ന് കൈയടിച്ച് ദൈവത്തിന് 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ, നമ്മൾ പറയത്തില്ലേ ഞെട്ടിക്കുന്ന വാർത്ത, ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇതൂടെ കേട്ടിട്ടേ പോകാവൂ, ഇതൂടെ കേട്ടിട്ടേ പോകാം. പൊയ്ക്കോ, ഞാൻ നിർത്താൻ പോവാ മീറ്റിംഗ്. എല്ലാ ദിവസവും 2 മണിക്കും 1:30ക്കും ഒക്കെ നിർത്തുന്നു. ഇപ്പൊ 1:05 ഉള്ളൂ. എന്നെ ശ്രദ്ധിച്ചു കേക്ക്, ആ വാക്യം ശ്രദ്ധിച്ചു കേക്ക്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞാ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്നു. നാം എല്ലാവരും അവനെ അനുഗമിച്ചവർ, അവനിൽ വിശ്വസിച്ചവർ, ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവർ, കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിൽ കഴുകപ്പെട്ടവർ, പുത്രന്റെ, തന്റെ ആദ്യജാതനായ, ഏകജാതനായ യേശു ക്രിസ്തു എന്ന പുത്രന്റെ അനുജന്മാരും അനുജത്തിമാരുമായിരിക്കുന്നു. ഇനി കേട്ടെ, ഇനി കേട്ടെ, 2 മക്കളുള്ളവരെന്ന് കൈ ഉയർത്തിയേ. മീൻ വറുത്ത എത്രണ്ണം വറക്കും? ചോക്ലേറ്റ് മേടിച്ച എത്രണ്ണം മേടിക്കും? ഉറപ്പാണോ? അല്ലേ അറിയും? ഹലോ, ചേട്ടന് ഉള്ളത്
അനിയനും ഇവരൊന്നും ഒരു ഒരു ഡിവൈൻ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ, എന്റെ പൊന്ന് ഭാഷ അങ്ങോട്ടൊന്ന് പോകണ്ട, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത്. ആദ്യജാതൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചു. ആരെ? ആ പുത്രനിൽ വിശ്വസിച്ചവനെ, ക്രിസ്തുവിലായവനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി, അവന്റെ അനുജന്മാരാക്കി, അവന്റെ സഹോദരങ്ങളാക്കി. അങ്ങനാണെങ്കിൽ സ്വർഗം ആ പുത്രൻ എന്തൊക്കെ അധികാരവും എന്തൊക്കെ പദവിയും കൊടുത്തോ, ആ പുത്രൻ പിശാചിനെ ജയിച്ചെങ്കിൽ നീ ജയിക്കും. ആ പുത്രൻ വാഴ്ച നടത്തിയെങ്കിൽ നീയും വാഴ്ച നടത്തും. ആ പുത്രന് പാപത്തെ ജയിക്കാൻ അവൻ കൃപ ചെയ്തെങ്കിൽ നിനക്കും ആ കൃപ ലഭിക്കും. What a privilege. ഭാഷ ഇത് എങ്ങോട്ട് പോവുക? ദൈവത്തെ അപ്പാ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത ഒരു തലമുറയെ മക്കളാക്കി, അവകാശിയാക്കി, തന്റെ ആദ്യജാതനായ ഏകജാതനായ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി. അത്ര ഒന്നിരുന്നേ, ഒരു വാക്യയുടെ വായിച്ചോ. 8:33. ഇതായിരുന്നു എന്റെ മെസ്സേജ് ഇന്നത്തെ. പക്ഷെ കേറാൻ പറ്റില്ല. നമ്മെ സ്നേഹിച്ചവന്റെ സ്നേഹത്തിന്റെ ഡെപ്ത് വിടാം. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. 32 വാക്യം നോക്കിയേ പെട്ടെന്ന്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 33 വാക്യം. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? കുറ്റബോധം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുറ്റബോധമുള്ളവരുണ്ട്, ഒന്ന് കൈപൊക്കി. ഈ പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം അത്. മനസ്സിലായോ? പണ്ട് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നിന്റെ ജീവിതത്തിൽ വന്ന അബദ്ധം പോലും തെറ്റുപോലും വിശ്വാസത്തിൽ വന്നതിന് ശേഷം, ഞാൻ ഇന്നലെ അത് സവിസ്തരായി പറഞ്ഞു, വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇപ്പോഴും എടുത്തുകൊണ്ട് വന്ന് കാണിക്കും. പണ്ട് നീ അങ്ങനെ ചെയ്തില്ലേ, പണ്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസം നീ അത് ചെയ്തില്ലേ, സംസാരിച്ചില്ലേ. കണ്ടോ, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം അത്. ഒരു സൈഡിൽ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് അത് ചെയ്തോ, പിന്നെ ധൈര്യമായിട്ട് ചെയ്തോ, കണ്ടോ എന്ന് പറഞ്ഞ് നിന്നെ ആ പാപത്തിനകത്ത് ചാടിച്ചിട്ട് ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് പറയും, നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇനി നീ എങ്ങനെ ചർച്ചയിൽ പോകും, നീ സ്വർഗത്തിൽ പോകില്ല, നീ ഇനി എങ്ങനെ തിരുവത്താഴം എടുക്കും, നീ ഭാവിയായിപ്പോയി, ഇങ്ങനെ കുറ്റപ്പെടുത്തും. അവിടെയാണ് റോമർ 8:33 വാക്യം പറയുന്നത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? എന്നെ നീതീകരിച്ചവൻ മനുഷ്യനല്ല, എന്നെ നീതീകരിച്ചത് സംഘടനയല്ല, എന്നെ നീതീകരിച്ചവൻ ദൈവമാണ്. 34 വാക്യത്തിൽ പറയുന്നു, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു യേശു എനിക്കുണ്ട്. ജിജി പാസ്റ്ററെ,
ഫൈനലി ദ ലാസ്റ്റ് വേർഡ് എന്നൊക്കെ പറയുന്നത് പോലെ 8-ാം അധ്യായത്തിന്റെ 36, 35, 36, 37 നമ്മുടെ കുറിവാക്യം വായിച്ച് അവസാനിപ്പിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വന്നതിനോ വരാനുള്ളതിനോ ദൂതന്മാർക്കോ അത് സാധ്യമല്ലെന്ന്. എല്ലാരും പറഞ്ഞ ഏഞ്ചൽസ്, ദൂതന്മാർ. 38-ാം വാക്യത്തിലുണ്ടോ, മരണത്തിനോ. ഭാര്യ ഭർത്തൃ ബന്ധം മരണത്തിൽ തീരും, അപ്പനും അമ്മയും മക്കളും ബന്ധം മരണത്തിൽ തീരും. പക്ഷെ ഈ സ്നേഹബന്ധം മരണത്തിലും തീരുന്നില്ല. ദൂതന്മാർക്ക് പിടിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങി വന്ന ഒറ്റ രാത്രി 1,85,000 പേരെ തീർത്തേ. ഒരൊറ്റ ഏഞ്ചൽ. ഈ പിശാച് എന്ന് പറയുന്ന ആളില്ലേ ഇപ്പൊ കളിച്ചു കിടക്കുന്ന, തലയും വാലും ഇല്ലാത്തൊരു സാധനമില്ലേ പിശാച്, ഇതിനെ അവസാനം ചെങ്ങലയ്ക്ക് ഇട്ട് പൂട്ടാൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അനന്തരം ഒരു ദൂതൻ ഒരു ചെങ്ങലയായി വന്നു. എന്നാൽ സ്വർഗത്തിലുള്ള മുഴു ദൂതന്മാരും, കോടാനുകോടി ദൂതന്മാരുണ്ട്, ഈ ഏഞ്ചൽസ് എല്ലാം കൂടെ ഇറങ്ങി വന്നിട്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിടിച്ച് വലിച്ചാലും ഇളകി വരത്തില്ലെങ്കിൽ ആ സ്നേഹത്തിന് ദൂതന്മാരെക്കാൾ ശക്തിയുണ്ട്. ഒന്നുറക്കെ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹത്തിന് ദൂതന്മാരെക്കാൾ ശക്തിയുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിന് വാഴ്ചകളെക്കാൾ ശക്തിയുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിന് അധികാരങ്ങളെക്കാൾ ശക്തിയുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിന് രോഗങ്ങളെക്കാൾ ശക്തിയുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിന് ഭയത്തെക്കാൾ ശക്തിയുണ്ട്. ഇന്ന് പകൽ സകല ഭയവും, സകല വാഴ്ചകളും, സകല ഇരുളിന്റെ ശക്തികളും, സകല ഡിമോണിക് ഇൻഫ്ലുവൻസുകളും ആ സ്നേഹത്തിന്റെ മുൻപിൽ ഉടഞ്ഞു പോകണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. എഴുന്നേറ്റ് കൈകളെ ഉയർത്തിപ്പിടിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ പോകരുത്. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, അപ്പാ, എൻ്റെ അപ്പാ, അപ്പാന്ന് തന്നെ വിളിക്കണം കേട്ടോ. യഹൂദന്മാർക്കത് വിളിക്കാൻ പറ്റുന്നില്ല, പഴയ നിയമ വിശുദ്ധന്മാർക്കത് വിളിക്കാൻ പറ്റുന്നില്ല. അപ്പാ, പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം മുഖാന്തരം ആ ഒറ്റ സ്നേഹത്തിന്റെ ശക്തിയിലാപ്പാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നേ. അപ്പാ, ആ സ്നേഹത്തിന്റെ ഒറ്റ ബലത്തിലാപ്പാ ഞാനിന്നിവിടെ നിൽക്കുന്നേ. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും അതെന്റെ നാവിനെത്ര മധുരാപ്പാ നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഓ, അതെത്ര മധുരാപ്പാ. മക്കളെ, ഒരു 2 മിനിറ്റ് ആ കണ്ണൊന്ന് അടച്ചേച്ചു നിന്നെ സ്നേഹിച്ചവന്റെ സ്നേഹം ഒന്ന് ഓർത്തേ. നിന്നെ സ്നേഹിച്ചവന്റെ സ്നേഹം ഒന്ന് ഓർത്തേ. മരണത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച സ്നേഹം, പാപത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച സ്നേഹം, ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ജഡത്തിന്റെ ചിന്തയിൽ നിന്ന് നിന്നെ വിടുവിച്ച സ്നേഹം, ദാസ്യത്വത്തിൽ നിന്ന് പുത്രനാക്കി പ്രാർത്ഥനയിൽ ചെയ്യുന്ന സ്നേഹം, ശത്രുത്തിന്മയ്ക്കായി ചെയ്തത് എന്റെ ജീവിതത്തിൽ നന്മയ്ക്കാക്കുന്ന സ്നേഹം, എന്നെ അവന്റെ അനുജനും അനുജത്തിയുമാക്കിയ സ്നേഹം, എന്റെ കുറ്റബോധത്തെ മാറ്റിയ സ്നേഹം, എനിക്ക് നിത്യതയെ നൽകിയ സ്നേഹം, എന്നെ ചേർത്ത് പിടിച്ച സ്നേഹം. ഹല്ലേലൂയ.
ഈ ദൈവത്തിന്റെ മകനെന്നും മകളെന്നും വിളിക്കാൻ എന്താണ് യോഗ്യത ഉണ്ടായിരുന്നത്? നമ്മൾ എവിടെ കിടന്നതാ? നമ്മൾ എവിടെ നിന്നതാ? എന്നെ നടത്തിയ കർത്താവേ, എല്ലാരും പറഞ്ഞ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണമായി ജയം പ്രാപിച്ചു. ഞാനോ എന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം പൂർണ്ണമായി എല്ലാറ്റിലും ജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിൽ നിന്ന് ജയം, പാപത്തിൽ നിന്ന് ജയം, ജഡീക ചിന്തകളിൽ നിന്ന് ജയം, ദാസ്യത്വത്തിൽ നിന്ന് ജയം, പ്രാർത്ഥനാ ജീവിതത്തിൽ ജയം, ശത്രു തിന്മയ്ക്കായി ചെയ്തത് നന്മയാക്കിയ ജയം, അവന്റെ സഹോദരനാക്കി മാറ്റിയ ജയം, കുറ്റബോധത്തെ നീക്കിയ ജയം, നീതിബോധം നൽകിയ ജയം, നരകത്തിൽ പോകേണ്ട എന്നെ നിത്യജീവന് അവകാശിയാക്കിയ നിത്യമായ ജയം, നിത്യമായ ജയം, നിത്യമായ ജയം. ആ കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ലൈവിലുള്ളവർ ഇറങ്ങിപ്പോകല്, ലൈവിലുള്ളവർ സ്റ്റേ ബാക്ക് ചെയ്യണം. ഞാൻ ലൈവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരികയാണ്. ലൈവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരികയാണ്. നിങ്ങൾ എഴുതുന്ന ചാറ്റ് മെസ്സേജ് കണ്ട് പ്രാർത്ഥിക്കാൻ വരികയാണ്. ലൈവിലുള്ളവരെ കണ്ട് പ്രാർത്ഥിക്കാൻ വരികയാണ്. മൂവ് ചെയ്യരുത്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ ലൈവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ജിജി പാസ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ആ സമയത്ത് യൂത്ത് മീറ്റിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. സ്വർഗപിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അടികൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം കർത്താവ് ഇതിലൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണ ജയം തന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ജഡീക ചിന്തകളിൽ നിന്നെല്ലാം അങ്ങേൽക്കുന്ന വലിയ ജയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന
ഇന്നിപ്പോൾ കേട്ട ദൈവവചനത്തുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കടന്നു ജനത്തിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്നിപ്പോൾ കേട്ട ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തെ ഉളവാക്കിയതിനായി ഞങ്ങളെ സ്തുതിക്കുന്നപ്പ. ഇന്നുപോലെ അഭിഷേകൻ പറഞ്ഞതുപോലെ വലിയ തിരിവിനെ കർത്താവ് കൽപ്പിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ മക്കളെ എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ സഹവാസവും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താലുള്ള മുദ്രയും കടന്നു വന്ന എല്ലാ ദൈവ മക്കളോടും കൂടെ ഇന്നു മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ ജയം തന്ന കർത്താവിന്റെ കരമേർത്തി ശക്തിയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ച് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി ഡൊണേഷൻ കൊണ്ടുവന്നിട്ടുള്ളവർ പുറകിലുള്ള കൗണ്ടറിലേക്ക് കൊടുക്കാവുന്നതാണ്. QR കോഡ് വഴി സ്കാൻ ചെയ്തും നിങ്ങളുടെ ഓഫറിംഗും ഡൊണേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ചർച്ച് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി ഡൊണേഷൻ കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി ദയവായിട്ട് വോളണ്ടിയേഴ്സ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച പകൽ ദയവായിട്ട് എല്ലാ ലീഡേഴ്സും പകൽ നടക്കുന്ന ലീഡർഷിപ്പ് മീറ്റിങ്ങിൽ കടന്നു വന്ന് പങ്കെടുക്കുവാൻ ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് സ്പെഷ്യൽ ഓൺലൈൻ സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ശനിയാഴ്ച പകൽ നമ്മുടെ സ്നാന ശുശ്രൂഷ നടക്കുന്നു. ദയവായിട്ട് സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും അതിനുവേണ്ടി തയ്യാറായി കടന്നു വരുവാനും പ്രത്യേകിച്ച് ഓർപ്പിക്കുക. ഓൺലൈനിൽ ഞങ്ങളെ ലൈവിൽ കാണുന്ന പ്രിയപ്പെട്ടവർ, ജീസസ് ഈസ് ലൈവിന്റെ ലൈവിൽ ഞങ്ങളെ കാണുന്നവർ, ജാസ്മിൻ ചാക്കോ എന്ന സഹോദരി സ്കിൻ ഡിസീസ് സൗഖ്യമാകാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. സജിത കുമാരി കടഭാരം മാറാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിനാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വിടുതലുണ്ടാകട്ടെ. അനിൽ സുജ, പാർത്ഥിവിനും അനിലിനും സുജയ്ക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയിലെ ഞങ്ങളുടെ പ്രിയ സഹോദരനാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. എനിക്കതുകൊണ്ട് ആ പേര് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിന നോയൽ, അസാധാരണമായ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സിസ്റ്റർ ഷീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെൻസന്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൈവത്താൽ ആ വാതിൽ തുറന്നു വരട്ടെ. ഷൈനി തോമസ്, കർത്താവെ ആ മകളുടെ എല്ലാ പ്രശ്നങ്ങളിലും വിടുതലാകട്ടെ. എലിസബത്ത് ജോൺ, വിടുതലുണ്ടാകട്ടെ. ലിൻസി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലിൻസിയുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിച്ചകുമാരി വീട് പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വർഷ ആന്റണി, ആ മകളുടെ ലൈഫിൽ ഒരു വിടുതലുണ്ടാകട്ടെ. ഇപ്പോൾ ഈ ഓൺലൈനിൽ ഈ ലൈവിൽ ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. റോജി രാജൻ, സാംബിയയിൽ നിന്ന് കാണുന്ന റോജി രാജൻ ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷ്ലി സജി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ വഴികൾ മകൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആരൊക്കെ ഇതിനകത്ത് പ്രാർത്ഥന വിഷയമായിരിക്കുന്ന ഷെറിൻ മേരി ഐസക്, ലങ്സ് ഡാമേജ് ആയിരിക്കുന്ന മേരി എന്ന സഹോദരിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, മേരി ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. തോമസ് ജോർജ്, ബിന്ദു, വിദ്യ മേനോ, സജിത കുമാരി, ഇങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവർ ആ പ്രാർത്ഥന വിഷയം അയക്കുന്നുണ്ട്. അഞ്ജു ജോൺ ആ വിസ അപ്പോയിന്റ്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിൽ വിടുതലുണ്ടാകട്ടെ. ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥനാ വിഷയം അയച്ച
ഓരോ വ്യക്തികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സജിതകുമാരി ബിബിൻ എന്ന മകന്റെ ജോലിയുടെ വിഷയം പ്രാർത്ഥനാ വിഷയമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ലൈവ് ചാറ്റിൽ ആരൊക്കെ ഇപ്പോൾ പ്രാർത്ഥനാ വിഷയമായിരിക്കുന്നു അവരെല്ലാം ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കരം അധികാരത്തോടെ ശക്തിയോടെ അവർക്ക് വേണ്ടി ചലിക്കുവാനിടയാകട്ടെ. ഇന്ന് ഈ ഓൺലൈൻ സർവീസ് കണ്ട ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും മരണത്തിന്റെയും പാപത്തിന്റെയും ജഡീക ചിന്തകളുടെയും സകല പൈശാചിക പദ്ധതികളുടെയും മേളിൽ നമ്മെ സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം ഒരു വലിയ ജയത്തെ കർത്താവ് കൽപ്പിച്ചിരിക്കാൻ നമ്മെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ സാമ്പത്തികമായ ഡെലിവറൻസ് നിങ്ങൾക്കുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഈ വാക്ക് ഞാൻ പറയുന്നത് വെറുതെ അല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ എല്ലാ ഞെരുക്കങ്ങളെയും ദൈവം മാറ്റി, നിങ്ങളുടെ കടങ്ങളെയും കടത്താൽ സംഭവിച്ച തകർച്ചകളെയും നിരാശകളെയും ദൈവം മാറ്റി. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുത വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ ഇപ്പോൾ തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലസ്സിംഗ് യേശുവിൻ നാമത്തിൽ തന്നെ. ഷിജിൻ ബ്രദറും ഏബലും ഈ ക്യാമറയുടെ മുമ്പിൽ ദയവായിട്ടൊന്ന് വരണം. ഈ പാട്ടിന്റെ വരികൾ പാടി ലൈവ് അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ കാലം ഓർത്തിടുമ്പോൾ ഇതിനൊന്ന് യോഗ്യനല്ലേ, ബലഹീനനാം ഏഴ് എന്നെ നടത്തിയല്ലോ നിന്റെ ബലത്താൽ. God
മാന്യതയും തന്നു നീ ദീനക്ഷതിയിലും മേൽത്തരമാ